ഉണ്ട ചോറിന് നന്ദി കാട്ടുക എന്നത് ഒരു സാമാന്യ മനുഷ്യ ഗുണമാണ്. ഉണ്ട ചോറിന് നന്ദി കാണിച്ചില്ലെങ്കിലും ഉണ്ട പാത്രത്തിൽ വിസർജിക്കാൻ പാടില്ല. പാല് കൊടുത്ത കയ്യിൽ ഉമ്മ വെച്ചില്ലെങ്കിലും തിരിഞ്ഞു കൊത്താൻ പാടില്ല. ഇതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. കാരണം അതൊക്കെ അകമേയുള്ള വിവേകത്തിന്റെയും നന്മയുടെയും ഉൽപ്പന്നങ്ങളാണ്. അകമേയുള്ളത് അവിവേകവും അജ്ഞതയും അഹന്തയുമാണെങ്കിൽ പുറത്തു വരുന്നത് അവയുടെ ഉൽപ്പന്നങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ. മാവിൽ നിന്ന് ചക്കയോ തെങ്ങിൽ നിന്ന് മാങ്ങയോ പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. തലമറന്ന് എണ്ണ തേക്കുന്നത് പോലെയാണ് നിലമറന്നുള്ള പെരുമാറ്റം. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനയിൽ മുഴുകി പള്ളിയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസികൾക്കിടയിലൂടെ ഒരു 1.5 വയസ്സുകാരൻ ഓടിക്കളിച്ചാൽ ആരും അത് കാര്യമാക്കില്ല. ചിലപ്പോൾ ശ്രദ്ധിക്കുക പോലുമില്ല. എന്നാൽ പതിവായി വീട്ടിൽ അവനോടൊപ്പം കളിക്കാറുള്ള അപ്പൂപ്പൻ അവന്റെ കൂടെ പള്ളിക്കുള്ളിൽ തുള്ളിക്കളിച്ചാൽ രംഗം മാറും. രണ്ടാളും ചെയ്യുന്നത് ഒരേ കാര്യമാണെങ്കിലും ഒരാളുടേത് കുട്ടിക്കളിയായും മറ്റേയാളുടേത് കോമാളികളിയായും വീക്ഷിക്കപ്പെടും. സ്ഥലകാല ബോധമില്ലാത്ത ഈ പ്രവൃത്തി കണ്ട് ഛേ എന്ന് ആരും പറഞ്ഞു പോകും. അതാണ് ഇപ്പോൾ DGP ശ്രീലേഖയും ടോമിൻ തച്ചങ്കരിയും ഒക്കെ പ്രകടിപ്പിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ അവരുടേതും അവരെ സംബന്ധിച്ചുമുള്ള പോസ്റ്റുകളുടെ പ്രതികരണങ്ങളിൽ തെളിയുന്ന പുച്ഛവും പരിഹാസവും രോഷവും അവർ കാണുന്നുണ്ടോ ആവോ. സംസ്ഥാന പോലീസ് മേധാവിയാണ് പൊതുവെ DGP എന്ന് അറിയപ്പെടുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. TP സെൻകുമാർ, ശ്രീലേഖ, ടോമിൻ തച്ചങ്കരി തുടങ്ങിയവർക്കും DGP റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവർ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്നിട്ടില്ല. ചില വകുപ്പുകളുടെ തലപ്പത്തിരുന്നു എന്ന് മാത്രം. മേധാവിക്കും താഴെയുള്ളവർക്കും ഒരേ റാങ്ക് എന്നത് സംസ്ഥാന പോലീസ് സേനയിലെ ഒരു വിചിത്ര സംവിധാനമാണ്. വായുസേനയിൽ എയർ മാർഷൽമാർ പലരുണ്ടാകാം. പക്ഷേ എയർ ചീഫ് മാർഷൽ ഒരാളെ കാണും. ആർമിയിലും നേവിയിലും അങ്ങനെ തന്നെ. പലർക്കുമുള്ള ഒരു സംശയം തീർക്കാൻ ഇത് സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ പ്രധാന വിഷയം വേറെയാണ്. 2025 ഏപ്രിലിലാണ് ഞാൻ യൂട്യൂബിൽ ശരിക്കും കാലുകുത്തുന്നത്. ശ്രീലേഖയുടെ ഒരു വീഡിയോയിൽ കള്ളത്തരങ്ങളെ വിചാരണ ചെയ്യുന്നതായിരുന്നു എൻ്റെ ആദ്യ വീഡിയോകളിൽ ഒന്ന്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അനേകർ അതിന് പിന്തുണയും അനുമോദനങ്ങളും അറിയിച്ചെങ്കിലും ചിലർ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ശ്രീലേഖയോട് ഇത്ര വിരോധം, ശത്രുത എന്നൊക്കെ. എനിക്ക് അവരോട് യാതൊരു ശത്രുതയോ പിണക്കമോ ഇല്ലെന്നും അവർ പോലീസ് സേനയ്ക്കും വഹിച്ച പദവികൾക്കും കളങ്കം വരുത്തുകയും നിശാന്തിനി മർദ്ദിച്ച ബാങ്ക് മാനേജർ പേഴ്സി ജോസഫിനെ പോലുള്ള നിരപരാധികളെ അപമാനിക്കുകയും ചെയ്തതിലുള്ള എൻ്റെ പ്രതികരണം അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഞാൻ അവർക്കെല്ലാം മറുപടി കൊടുത്തു. വിവാദങ്ങൾ ഉണ്ടാക്കുകയും അതിൽ അഭിരമിക്കുകയും ചെയ്യുക എന്നത് ശ്രീലേഖയ്ക്കൊരു ഹരമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശ്രീലേഖ പറയുന്ന നുണകളും പോലീസ് മർദ്ദനം അനുഭവിച്ച പേഴ്സി പറയുന്ന നേരുകളും. ഇപ്പോൾ നിശാന്തിനി 2 വനിതാ ഓഫീസേഴ്സിനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് പോയി ചെക്ക് ചെയ്യാമോ? ഈ 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും മഫ്തി വേഷത്തില് സ്കൂട്ടർ വാങ്ങിക്കാനുള്ള ലോണാണ് എന്ന് പറഞ്ഞൊരു അപേക്ഷയൊക്കെ ഫില്ല് ചെയ്ത് ഈ ബാങ്കിൽ പോയി മാനേജറെ കണ്ടു. ഇത് പോയി കണ്ടെന്ന് തോന്നുന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അതിൽ ഇപ്പുറത്ത് വന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ അതില് ഒരു ലേഡി ഓഫീസർ അപ്പുറത്ത് ചെന്നിട്ട് അയാളോട് ഇതിങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ കയറി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയോ മറ്റോ ചെയ്തു. അപ്പൊ അതിന്റെ പേരില് ഇവരപ്പം തന്നെ കയറി അയാളുടെ കൈയിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ വനിതാ ഓഫീസേഴ്സാണ്, നിങ്ങളുടെ എതിരെ ഇങ്ങനെ ഒരു പരാതി കിട്ടിയത് കൊണ്ട് അന്വേഷിക്കാനായിട്ട് വന്നതാണ്. നേരിട്ട് യൂണിഫോം ഇട്ട് വന്നാൽ ഇത് കിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ തെളിവ് സഹിതം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാണെന്ന് പറഞ്ഞ് അങ്ങനെ അപ്പം തന്നെ അവരയാളെ പൊക്കി അവിടുന്ന് തൊടുപുഴ ASP ഓഫീസിലേക്ക് കൊണ്ടുപോയി. കോൺസ്റ്റബിൾ റാങ്കിലുള്ള 2 പെൺ പോലീസുകാരെ മഫ്തിയിൽ ബാങ്കിലേക്ക് പറഞ്ഞു വിട്ടു എന്നും അതിലൊരാളെ ബാങ്ക് മാനേജർ പേഴ്സി അപമാനിച്ചു എന്നുമാണ് ശ്രീലേഖ പറയുന്നത്. അവർ 2 പേരും കൂടി പേഴ്സിയെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് പൊക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി എന്നും. എന്തൊരു പച്ച കള്ളമാണ്. കാരണം അവർക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല എന്നത് തന്നെ. മാനേജറായിട്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു കോൾ വന്നു, സ്റ്റേഷനിലോട്ട് വരണമെന്ന്. അപ്പം പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ട് അതും പ്രത്യേകിച്ച് അവിടുത്തെ ACP വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ആലോചിക്കാതെ പെട്ടെന്ന് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഒരു പിടിച്ച് എന്ത് പറയാനാണ്, ഒന്ന് ആദ്യം തല്ലിയ നിശാന്തിനി മാഡം തന്നെയായിരുന്നു മുഖത്തടിച്ചത്. 2 പ്രാവശ്യം മുഖത്തടിച്ചു. അത് ഞാനൊരു സ്ത്രീയുടെ കയ്യിൽ കയറി പിടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് എന്റെ മുഖത്തടിച്ചു. കേട്ടുകേൾവി വെച്ച് മാത്രം പറയുന്നു ശ്രീലേഖ. നേരിട്ട് അനുഭവിച്ചത് വിവരിക്കുന്നു പേഴ്സി ജോസഫ്. ആരാണ് ശരി? അവിടെ വെച്ചിട്ടാണ് നിശാന്തിനി എന്നെ ഫോൺ വിളിച്ച് പറയുന്നത്, മാഡം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഒരു സ്ലാപ്പ് കൊടുത്തു, അയാളെ ഒരു അടി കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു കേസ് എടുക്കൂ, ആ വനിതാ പോലീസിന്റെ തന്നെ പരാതിയുടെ ബേസിസിൽ കേസ് എടുത്തിട്ട് അവർക്ക് എന്തായാലും ബുദ്ധിമുട്ടില്ലല്ലോ കൈക്കറി പിടിച്ചത് പറയാനായിട്ട്, കാരണം സാക്ഷിയുണ്ട്. അപ്പൊ കേസ് എടുത്തിട്ട് 354 IPC എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് അത്. അപ്പൊ അത് വെച്ച് കേസ് എടുത്തിട്ട്
അയാളെ അറസ്റ്റ് ചെയ്ത് നോൺ പെയിലബിൾ ഒഫൻസ് ആണ്, കോടതിയിൽ കൊടുക്കണം, അയാളെ റിമാൻഡ് ചെയ്യാനായിട്ട് പറയണം എന്ന് പറഞ്ഞു. പറയുന്നില്ല. ആരോ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പരാതി തരുമെന്ന് പറയുമ്പോൾ ആ പരാതി ഇല്ല. പരാതി അന്നേ എഴുതിയിട്ടില്ല. വൈകിട്ട് ഞാൻ സ്റ്റേഷനകത്ത് ഇരിക്കുമ്പോൾ തന്നെ 4 മണി കഴിയുമ്പോൾ എന്നെ അവർ വിളിച്ചുകൊണ്ട് പോയത് 1 മണിക്കാണ്. 4 മണി കഴിയുമ്പോൾ അവർ പരാതി വേറൊരു സ്ത്രീയുടെ നിന്ന് എഴുതി വാങ്ങിക്കുകയാണ്. 4 മണിക്ക് ശേഷം അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പരാതി പറഞ്ഞു കൊടുക്കുന്ന ഒരു പോലീസുകാരൻ എഴുതുന്നതും അത് ഞാൻ അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തു. നിങ്ങൾക്ക് കിട്ടിയ പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണല്ലോ പരാതി നിങ്ങൾ എഴുതുന്നത്. എനിക്ക് കള്ളം പറയാൻ അറിയില്ല എന്ന് പറയുന്ന ശ്രീലേഖ, സസ്നേഹം ശ്രീലേഖ എപ്പിസോഡ് 117 പറയുന്നത് മുഴുവൻ കള്ളമാണ്. അടുത്തിടെ ശ്രീലേഖ ഒരു അഭിമുഖത്തിൽ ബാച്ച്മേറ്റായ ടോമിൻ തച്ചങ്കരിയെ പറ്റി പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. മസൂറി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ ഫൗണ്ടേഷൻ കോഴ്സിന്റെ സമയത്താണ് തച്ചങ്കരിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്നെ കാണുന്ന ആ നിമിഷം തൊട്ട് സംഹൗ ഹി ഡിഡ്ന്റ് ലൈക്ക് മീ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ ആദ്യത്തെ വനിതാ IPS ആണ്. മലയാളികളായിട്ട് ഞങ്ങൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ IPS ആ സമയം. താല്പര്യമില്ല, എനിക്കറിയില്ല എന്താ. അപ്പം ആദ്യത്തെ പ്രാവശ്യം കാണുന്ന സമയം തൊട്ട് ഹി വാസ് ടാർഗറ്റിംഗ് മീ ഇൻ സം വേ ഓർ ദി അതർ. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കാരണം വേണ്ടേ? എനിക്കറിയില്ല കാരണം എന്താണ്. ഞാൻ പലവട്ടം ചോദിച്ചിട്ടുണ്ട്, എനിക്കറിയില്ല കാരണം എന്താണ്, ഇപ്പോഴും അറിയില്ല. പിന്നെ ഈ സർവീസിൽ ഉടനീളം അദ്ദേഹത്തിന് ഉടനീളം കഥകൾ സ്പ്രെഡ് ചെയ്യുക, അതൊക്കെ ഞാൻ വിട്ടുകളഞ്ഞതാണ്. ഞാൻ ഇപ്പോൾ സ്പിരിച്വലായ ശേഷം ഞാൻ ഐ ടോട്ടലി ഫോർഗേവ് ഹിം. കാരണം പൊട്ടിത്തെറിച്ചിരുന്നല്ലോ, ഒരുപാട് പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട്. കാരണം ഞാൻ പ്രതികരിക്കാൻ പോകുമ്പോഴേക്കും അത് ഒരുപാട് വഷളാവാറുണ്ടായിരുന്നു. എന്താ ഏറ്റവും വലിയ ഉപദ്രവം എന്താ അദ്ദേഹം നടത്തിയിട്ടുള്ളത്? ഒരുപാട് ഉപദ്രവങ്ങൾ, മാധ്യമങ്ങളെ സ്വാധീനിച്ചുകൊണ്ട്, ചില വ്യക്തികളെ സ്വാധീനിച്ചുകൊണ്ട് എനിക്കെതിരെ കള്ളക്കഥകൾ പരത്തിയത് മുഴുവനും ഇദ്ദേഹം അതിന്റെ പുറകിൽ എന്നുള്ള എനിക്ക് വിവരം പിന്നീട് കിട്ടിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം അവർ പറയുന്നത് കേൾക്കും. എനിക്കൊരാളോട് പ്രത്യേകിച്ച് മാപ്പ് പറയാനുണ്ട്. എന്റെ ബാച്ച്മേറ്റും വളരെ അടുത്ത ഫ്രണ്ടും ആയ ശ്രീ ടോമിൻ തച്ചങ്കരിക്ക് ഇത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ മാപ്പ് ചോദിക്കുകയാണ്. കാരണം ടോമിൻ ഇപ്പോൾ വളരെ നല്ല ഒരു സുഹൃത്താണ്, എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്. വിരമിച്ച ശേഷം ഞങ്ങൾ ഒരു ശപഥം എടുത്തിരുന്നു, ഇനിയും പഴയ കാര്യങ്ങളൊന്നും പറയില്ല എന്ന്. അത് ഞാൻ പാലിച്ചില്ല. എൻ്റെ തെറ്റ്. മിയ കൾപ്പ, മിയ മാക്സിമ കൾപ്പ. ടോമിൻ പ്ലീസ് ഫോർഗീവ് മീ. പഴയ കഥകളൊന്നും ഇനി നമ്മൾ പറയില്ല എന്നൊരു എഗ്രിമെന്റ് ഉണ്ടായിട്ടും ഇത്രയും വിശദമായി പഴയ കാര്യങ്ങൾ എടുത്തിട്ട് അലക്കുന്ന ശ്രീലേഖയുടെ മാനസിക നില ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ആയതാണ് എന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല. ഇത് തന്നെയായിരുന്നു സർവീസിലിരുന്നപ്പോഴും അവരുടെ പ്രകടനം എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. നിരന്തരമായിട്ട് നിശാന്തിനെ അടിച്ചതിനെ പറ്റി, അയാളെ സ്ലാപ്പ് ചെയ്തത്, അത് മാറ്റി അത് പോലീസ് ക്രൂരതയാക്കി, ലോക്കപ്പ് കസ്റ്റോഡിയൽ മർദ്ദനമാക്കി മാറ്റി. ASPയുടെ ഓഫീസ് എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഫീസ് തന്നെയാണ്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ലോക്കപ്പ് മർദ്ദനം നടത്തി, ക്രൂരമായി ടോർച്ചർ ചെയ്തു. അയാളുടെ ശരീരത്തിന് മുഴുവനും പാടുകളുണ്ട്, അവശ നിലയിലായി, അയാൾക്ക് എണീറ്റ് നടക്കാൻ പറ്റാതായി, കിഡ്നിക്ക് അസുഖമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അത് പ്രചാരണം നൽകാനായിട്ട്. സ്ഥിരതയില്ലാത്ത വാക്കുകളും പ്രവൃത്തികളുമാണ് അവരുടെ പ്രത്യേകത. പട്ടിയൂർക്കാവ് ക്ഷേത്രത്തിൽ കയറി പോലീസ് തങ്ങളുടെ ഒരു സഹപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തെന്നും പോലീസ് ക്ഷേത്രത്തിൽ കയറാൻ പാടില്ലെന്നും ശ്രീലേഖ പറയുന്നു. പോലീസുകാർ ഒരു ക്ഷേത്രത്തിലും പള്ളിയിലും മോസ്കിലും കയറാൻ പാടില്ലേ ശ്രീലേഖെ? എന്തൊരു വിവരക്കേടാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ക്ഷേത്രത്തിൽ പോയിട്ടില്ലേ? യൂണിഫോം ഇടുമ്പോൾ മാത്രമാണോ പോലീസുകാരനാകുന്നത്? തീവ്രവാദികൾക്ക് കയറാം, പോലീസുകാർക്ക് കയറാൻ പാടില്ല അല്ലേ? ഭിന്ദ്രൻവാലയെയും ഖലിസ്ഥാൻ തീവ്രവാദികളെയും പിടികൂടാൻ സിഖുകാരുടെ പുണ്യക്ഷേത്രമായ അമൃത്സർ സുവർണ ക്ഷേത്രത്തിലേക്ക് 1984 ജൂണിൽ 5000 പട്ടാളക്കാരാണ് ഇരച്ചു കയറിയത്. അയർലൻഡിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വൈദികനെ കഴുത്തറുത്തുവന്ന ഘാതകനെ പോലീസ് പിടികൂടിയത് അവൻ പുറത്തു വരുന്നതുവരെ കാത്തു നിന്നിട്ടല്ല. ശ്രീലങ്കയിലും അമേരിക്കയിലും പള്ളികൾക്കുള്ളിൽ വെടിവെപ്പും ബോംബേറും ഉണ്ടായപ്പോൾ പള്ളിക്കാരുടെ അനുവാദം ചോദിച്ചിട്ടൊന്നുമല്ല പോലീസ് അകത്ത് കയറി അക്രമികളെ പിടികൂടിയത്. ക്ഷേത്രത്തിൽ തീവ്രവാദികൾക്കും കുറ്റവാളികൾക്കും ഒളിച്ചിരിക്കാമെന്നും അവിടെ പോലീസ് കയറാൻ പാടില്ലെന്നും പറയുന്നത് ഒരു DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥയാണ്. 33 വർഷത്തെ പോലീസ് ജീവിതത്തിൽ വെറും 6 വർഷമേ ശ്രീലേഖയ്ക്ക് യൂണിഫോം ഇടേണ്ടി വന്നുള്ളൂ, അഥവാ ശരിക്കുള്ള പോലീസ് പണി ചെയ്യേണ്ടി വന്നുള്ളൂ. 27 വർഷവും യൂണിഫോം വേണ്ടാത്ത ജയിൽ, പാലം പണി, സപ്ലൈ തുടങ്ങിയ വകുപ്പുകളിൽ പണിയെടുത്തു എന്നത് നിങ്ങളുടെ പോലീസ് പെരുമയുടെ സാക്ഷ്യമാണ്. കാരൂർ നീലകണ്ഠപിള്ളയുടെ ഒരു ചെറുകഥയിൽ അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ചതിന്റെ പിറ്റേന്ന് പതിവ് പോലെ പൊതിച്ചോറും പുസ്തകക്കെട്ടും കുടയുമായി സ്കൂളിൽ പോകുന്ന ഒരു മാഷിനെ കാണാം. തൊഴിലിനോടുള്ള ഹൃദയ താതാത്മ്യം കൊണ്ട് അയാൾ വിരമിച്ച കാര്യം മറന്നു പോവുകയാണ്. അതുപോലെ
2023 പോലീസിൽ നിന്ന് വിരമിച്ചു എന്ന് തച്ചങ്കരിയോ അയാളുടെ കാറോ ഓർക്കുന്നില്ല. പാട്ടുകളൊക്കെ തട്ടിക്കൂട്ടുമെങ്കിലും തച്ചങ്കരിക്ക് ഇക്കാര്യത്തിൽ ഓർമ്മയുടെ കട്ടുകൾ കുറച്ച് ഇളകിക്കിടക്കുകയാണ് എന്ന് തോന്നുന്നു. 3 വർഷമായി അയാളുടെ കാറിൽ 3 നക്ഷത്രങ്ങൾ മിന്നി നിൽക്കുകയാണ്. കളക്ടർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, RTO, രജിസ്ട്രാർ തുടങ്ങി പലതരം സർക്കാർ വകുപ്പുകളുടെ ബോർഡുകൾ വെച്ച കാറുകളിൽ കറങ്ങി നടന്ന് തട്ടിപ്പുകൾ നടത്തിയ വീരന്മാർ പോലീസ് പിടിയിൽ വീണിട്ടുണ്ട് ഈ നാട്ടിൽ. അവരെ പൊതുവെ വിളിക്കുന്നത് ഫ്രോഡുകൾ, തട്ടിപ്പ് വീരന്മാർ എന്നാണല്ലോ. ഏത് ഉദ്യോഗത്തിൽ നിന്ന് റിട്ടയർ ചെയ്താലും ശരി, അവർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞു, അവരൊരു സാധാരണക്കാരനായ മനുഷ്യനാകുകയാണ്. ഇതൊക്കെ കാണിക്കുന്നത് ഒരു ഫ്രോഡായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ. ഫ്രോഡിൻ്റെ എലിമെൻ്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് റിട്ടയർ ചെയ്തിട്ടും അദ്ദേഹം 3 സ്റ്റാർ വെച്ച് നടക്കുന്നത്? അത് ദുരുപയോഗം ചെയ്യുന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് ചില ബെനിഫിറ്റുകൾ ഉണ്ടാകാം. റിട്ടയർ ചെയ്യുന്നതോടെ അത്തരം സ്ഥാനചിഹ്നങ്ങളെല്ലാം അഴിച്ചു വെക്കണം. പക്ഷേ DGP ടോമിൻ തച്ചങ്കരിക്ക് അതിനും മനസ്സില്ല. 2023 റിട്ടയർ ചെയ്ത അയാൾ 3 വർഷമായി ഈ നക്ഷത്രങ്ങളും ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഇതാണ് ഫ്രോഡുകളുടെ അടവ്. കേരള പോലീസിൽ അഴിമതി രഹിതരായ അനേകം പേരുണ്ട്. എന്നാൽ DYSP റാങ്കിൽ 1 വർഷം മുൻപ് വിരമിച്ച നവാസിന് തുല്യനായി മറ്റൊരാൾ ഉണ്ടാകാനിടയില്ല. കറപുരളാത്ത സർവീസിന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് 25 വർഷത്തിനിടെ അദ്ദേഹത്തിന് കൊടുത്തത് 32 സ്ഥലം മാറ്റം ആണ് എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അഴിമതിരഹിത സ്വഭാവത്തിന്റെ അടയാളം. അദ്ദേഹം അടുത്തിടെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ നിന്ന് ഒരു ഇത്തിരി ഭാഗം വായിക്കുകയാണ്. നഗരത്തിൽ വ്യാപാരികളുടെ ഒരു സമരം നടക്കുകയാണ്. അവർ നിർബന്ധിച്ച് കടകൾ അടപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നഗരത്തിലെ പ്രമുഖനായ ഒരു വ്യാപാരി സമരക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു. കൂടുതൽ കളിക്കാൻ നിൽക്കണ്ട, താൻ തന്റെ പണി നോക്ക്, അല്ലെങ്കിൽ വിവരമറിയും എന്നൊക്കെ അദ്ദേഹം എന്നോട് പറയുന്നുണ്ടായിരുന്നു. വണ്ടിയിൽ വെച്ചൊരു പോലീസുകാരൻ എന്നോട് പറഞ്ഞു, സാറേ, അത് IG-യുടെ അടുത്ത ആള്. നേതാവിന്റെ ധാർഷ്ട്യത്തിന്റെ കാരണം എന്താണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇത്രയും പറഞ്ഞത് പോലീസ് സംവിധാനത്തിലെ പ്രഥമ സ്ഥാനത്തിരുന്ന 2 മഹത് വ്യക്തികളുടെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസിന്റെ പശ്ചാത്തലത്തിലാണ്. വളരെ മ്ലേച്ഛമായ പ്രകടനമാണ് ഈ 2 മുൻ പോലീസുകാരും കാഴ്ചവെച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർവീസിലുണ്ടായിരുന്നപ്പോൾ പരിപ്പിനോ പിണ്ണാക്കിനോ 10 പൈസയുടെ പണിയെടുത്തവരല്ല പലരും. അടുത്തും പറ്റി പിരിഞ്ഞപ്പോൾ പല സ്ഥാനമാനങ്ങളും പ്രതീക്ഷിച്ചു കാണും, കിട്ടിയിട്ടുണ്ടാവില്ല. കൊതിക്കരവ് വളർന്ന് മനോരോഗത്തിന്റെ അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പ്. ഏറെ ആദരവോടെ ഒരു കാര്യം പറയട്ടെ. ഇവർ പോലീസിനെതിരെയുള്ള മുദ്രാവാക്യം ഏറ്റുപിടിക്കുമ്പോൾ, പോലീസ് സ്റ്റേഷൻ ചവിട്ടി തുറക്കുമെന്ന് പറഞ്ഞ് കലാപാഹ്വാനം നടത്തുമ്പോൾ, ഒരു പോലീസ് സ്റ്റേഷൻ ഒരിക്കൽ തുറന്നാൽ പിന്നീട് ഒരിക്കലും അതിന്റെ വാതിലുകൾ അടയുകയില്ല എന്ന യാഥാർത്ഥ്യം ഇവർ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. അടഞ്ഞു കിടന്നാലല്ലേ ചവിട്ടി തുറക്കേണ്ടതുള്ളൂ. ഇവരൊക്കെയാണ് ഈ സേനയെ നയിച്ചതെന്നും അവരുടെ കീഴിൽ കുറച്ചു കാലമെങ്കിലും ജോലി ചെയ്യേണ്ടി വന്നല്ലോ എന്നും ഓർക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരനായ എന്നെപ്പോലൊരു വ്യക്തിയെ ആ ദിവ്യശക്തിയുള്ള കുപ്പായമണിയിച്ച് സമൂഹ മധ്യത്തിലേക്ക് നന്മ ചെയ്യാനായി ഇറക്കിവിട്ടത് എൻ്റെ ഡിപ്പാർട്ട്മെന്റാണ്. അനീതിക്കും അക്രമത്തിനും ഇരയാവുന്നവർക്കൊരു കാവലാളായി 1/4 നൂറ്റാണ്ടോളം നിയമത്തിന്റെ പടച്ചട്ട അണിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഈ കുപ്പായത്തെ ഞാൻ ഒരിക്കലും അപമാനിക്കില്ല. കണ്ണിന് കാഴ്ച കുറഞ്ഞ, പേശിക്ക് ബലം കുറഞ്ഞ, ചിലമ്പിച്ച സ്വരത്തിൽ മാത്രം കുരയ്ക്കാൻ കഴിയുന്ന ഒരു വയസ്സൻ കാവൽപ്പട്ടിയായിട്ടെങ്കിലും ഞാനിവിടെ ഉണ്ടാവും.